EVയുടെ കാലമാണ്. ഒത്തിരി ഓഫറുമായി അനുദിനം ഒരുപാട് കമ്പനികളുണ്ട് രംഗത്ത്. എന്നാൽ അൾട്ടീസ് ഗ്രീൻ EV മോട്ടോഴ്സിന് ഒരു പ്രത്യേക അനുഭവം പറയാനുണ്ട്. നോക്കാം. നമുക്ക് EVM ടോട്ടലി 23ഓളം ലക്ഷറി കാറുകൾ ചെയ്യുന്ന ഒരു ടീമാണ് EVM. അവർ എടുത്ത ഒരു പ്രോഡക്റ്റാണ് ഓൾട്ടി ഗ്രീൻ. 3 വീലർ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് വരികയാണ് ഇലക്ട്രിക്കൽ. അപ്പം കൊച്ചിയിലൊക്കെ എന്താണ് ഇപ്പം നമ്മുടെ 4 വണ്ടി യൂസ് ചെയ്തിരുന്നൊരു ടീമുണ്ട്, ഹീൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ആയിട്ട്. അവരിപ്പോൾ കഴിഞ്ഞ നവംബറിൽ നമ്മുടെ 15 വണ്ടികൾ ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അവർ സാറ്റിസ്ഫൈഡ് ആയതിന് ശേഷമാണ് അതെടുത്തത്. അപ്പം അതിൽ അവർ പ്രോഫിറ്റും കാര്യങ്ങളും പിന്നെ വണ്ടി നോ മെയിൻ്റനൻസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, അവർ വീണ്ടും എടുത്തു. അത് എടുത്തത് പറഞ്ഞാൽ 15 ഒരുമിച്ച്. 15 എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് 3-4 എടുത്തായിരുന്നു കഴിഞ്ഞ 2-3 മാസമായിട്ട്. എന്നിട്ട് നമ്മൾ റീസണബിളി ഹാപ്പി ആയതുകൊണ്ട്, ആൻഡ് ബിക്കോസ് വൺ ഇസ് എക്കണോമിക്സ്. ടു ബി ഓണസ്റ്റ്, അത് ആദ്യം എക്കണോമിക്സ് നമ്മൾ നോക്കിയത് ഇറ്റ് ഇസ് വെരി എക്കണോമിക്കലി ഫ്രണ്ട്ലി ഫോർ പീപ്പിൾ ലൈക്ക് അസ്. നമുക്ക് റെഗുലർ 100-150-200 കിലോമീറ്റർ ഓട്ടം ഡെയിലി ഉള്ളതുകൊണ്ട് ഇറ്റ് മെയ്ഡ് ലോട്ട് ഓഫ് സെൻസ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഇലക്ട്രിക് വണ്ടികൾ, ഗുഡ്സ് വണ്ടികൾ ഒരുമിച്ച് എടുക്കുന്ന ആദ്യത്തെ ഒരു ഡീലാണ്. ഫ്രണ്ട് ഷോക്ക് ആബ്സർ, 2 ഷോക്ക് ആബ്സർ വരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ അപ്പുറം 2 ഷോക്ക് ആബ്സർ വരുന്നതാണ് നമ്മുടെ വണ്ടി. ഇപ്പോൾ ആദ്യം ഓൾട്ടി ഗ്രീൻ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഗുഡ്സ് സെഗ്മെൻറ്റിലാണുള്ളത്. ഒന്ന് ഓപ്പൺ ബോഡി പിക്കപ്പ് ടൈപ്പ്, പിന്നെ ക്യാബിൻ ചേസിസ്, അതുകൂടാതെ നമ്മുടെ കവേർഡ് ബോഡി ഡെലിവറി വാൻ, അങ്ങനെ 3 ഐറ്റം വണ്ടികളാണുള്ളത്. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ഉള്ള ക്യാബിനാണ്. നമ്മളിപ്പോൾ ഇവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് സ്പേസ് കൂടുതലുണ്ട്, അതുപോലെ തന്നെ ലെഗ് സ്പേസ് കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ ക്യാബിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് ചെറിയ ബാറ്ററി ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സ്റ്റാർട്ടിങ്, വൈപ്പർ, ഹെഡ്ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ സെപ്പറേറ്റ് ചാർജ് ചെയ്യണോ? വേണ്ട. അതുപോലെ തന്നെ കൊച്ചിയിലെ തന്നെ ഒരു പാലിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അവരും ഇതേമാതിരി 10-ൽ കൂടുതൽ വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. കമ്പനി കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ട് എത്ര വർഷമായി? ഏകദേശം 2.5 വർഷം 3 വർഷമായി. 4 മണിക്കൂർ കൊണ്ട് നമുക്ക് 100% ചാർജ് ആവും ബാറ്ററി. 120 കിലോമീറ്റർ നോർമൽ മോഡിലും 100 കിലോമീറ്റർ പവർ മോഡിലും നമുക്ക് ഓടാൻ പറ്റും. ഓപ്പൺ ബോഡി വരുന്നത് 5 lakhs ആണ് വരുന്നത്. അതുപോലെ ക്ലോസ്ഡ് ബോഡി വരുന്നത് 526 ആണ് വരുന്നത്. നമ്മുടെ വണ്ടിയുടെ ടയർ വലിയ സൈസ് ടയറാണ്. വെച്ചാൽ 12 സൈസ് വരുന്ന ടയറാണെന്നുണ്ടോ, വലിയ ടയറാണ് വരുന്നത്. 12 സൈസ്. മാരുതി ഓൾട്ടോ, അതുപോലെ തന്നെ ടാറ്റ എയ്സ് ആ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികൾക്ക് വരുന്ന വീലാണ് വരുന്നത്. 12 സൈസ്. കുറേ അധികം കോമ്പറ്റീറ്റേഴ്സ് ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഓൾട്ടി ഗ്രീനെ സംബന്ധിച്ച് ഇന്ന് 15 വണ്ടികളാണ് ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നത്. ഉപയോഗിച്ച ആളുകൾ വീണ്ടും ഓർഡർ ചെയ്യുന്നു എന്നാണ് ഓൾട്ടി ഗ്രീനെ അവകാശപ്പെടില്ല. സവിശേഷത, ഏറ്റവും വലിയ സവിശേഷത കോഴിക്കോട് ജില്ലയിലെ വട്ടക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മീഞ്ചന്ത വട്ടക്കിണർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. എൻ്റെ സെയിൽസും സർവീസും ഇവിടെ തന്നെയാണ്. കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ തികച്ചും ലാഭകരം തന്നെയാണ് EV മോട്ടോഴ്സ് എന്ന പുതിയ ആശയം. എന്നാൽ ബാറ്ററിയുടെ വില കുറഞ്ഞാൽ റീസെയിൽ വാല്യൂ കൂടുമോ എന്ന സംശയം മാത്രം ബാക്കിയാവുന്നു.